ഇന്നു രാവിലെ ആളുകളുടെ കലപില ശബ്ദം കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീടും പറമ്പുമുണ്ട്. ആ പറമ്പിൽ ഒരു ഉപേക്ഷിച്ച കിണറുണ്ട്. ആ കിണറിനു ചുറ്റും ആളുകൾ വട്ടം കൂടിയിരിക്കുന്നു. എന്താണ് കാര്യമെന്നറിയാൻ ഞാൻ അങ്ങോട്ട് ചെന്നു നോക്കാമെന്ന് കരുതി. അപ്പോഴാണ് അമ്മ പറഞ്ഞത് കിണറ്റിൽ ഒരു കാട്ടുപന്നി വീണിട്ടുണ്ട്. ആളുകൾ അതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. ഞങ്ങളുടെ വീട് വനത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ വീടിന് ചുറ്റും പല വന്യമൃഗങ്ങളും വരാറുണ്ട്. പന്നി, കീരി, കുരങ്ങ്, മാൻ തുടങ്ങിയവ സ്ഥിരമായി വരും. ആനയും കരടിയും പുലിയുമൊക്കെയുള്ള വനമാണ്. എങ്കിലും അവ ജനവാസ മേഖലയിൽ സാധാരണ വരാറില്ല. എങ്കിലും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം കാട്ടുപോത്തുകൾ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് കൂടി പോയി. രാത്രിയായാൽ പെരിച്ചാഴി ശല്യമാണ്. ഈ ഒഴിഞ്ഞ വീട്ടിൽ നിന്നും പെരിച്ചാഴികൾ സ്ഥിരമായി ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ട്. എല്ലാ ദിവസവും എലിക്കണി വെച്ച് അച്ഛൻ പെരിച്ചാഴിയെ കൊല്ലാറുണ്ട്. എന്നിട്ടും അവയുടെ എണ്ണം ക്രമാതീതമായി പെരുകുകയാണ്. അച്ഛൻ കൃഷി ചെയ്യുന്ന ചേമ്പും ചേനയും കാച്ചിലും കപ്പയും ഒക്കെ ഇവന്മാർ നശിപ്പിക്കും. പറമ്പിലൂടെ നടന്നാൽ അട്ട കാലിൽ കയറി രക്തം ഊറ്റിക്കുടിക്കും. ഇവിടെ ജീവിക്കുന്നത് ദുഷ്കരമാണ്. ഈ പറമ്പിലൂടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നുണ്ട്. കൊതുകടിയും മൂട്ടയുടെ ശല്യവും കാരണം ഈ വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതൊക്കെ ആരോട് പറയാൻ? ഞാൻ പതിയെ പന്നി വീണ് കിടക്കുന്ന അയൽപ്പക്കത്തെ കിണറിനടുത്തേക്ക് ചെന്നു. ആളുകൾ രക്ഷാപ്രവർത്തനത്തിലാണ്. കിണറ്റിൽ വെള്ളമുണ്ടെങ്കിലും കുടിക്കാൻ കഴിയില്ല. ആരൊക്കെയോ മാലിന്യം നിക്ഷേപിച്ച് അഴുക്കുവെള്ളമായിരിക്കുന്നു. ഭയങ്കര ദുർഗന്ധവുമുണ്ട്. ഞാൻ അവിടെ എത്തിയപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ടായിരുന്നു. അവർ കഠിനമായ ശ്രമത്തിനു ശേഷം കാട്ടുപന്നിയെ വലയിൽ കുടുക്കി മുകളിലേക്ക് ഉയർത്തി. അക്രമോത്സുകമായ പന്നി വലിയ ശബ്ദത്തിൽ അലമുറയിട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ പണിപ്പെട്ട് കരയിലെത്തിച്ച കാട്ടുപന്നിയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സുരക്ഷിതമായി പുറത്തുവിട്ടു. അത് ജീവനും കൊണ്ട് വനത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. A morning of chaos and compassion. I woke up this morning to the sound of people talking noisily. There's a deserted house and a vacant plot next to my home. There's an abandoned well in that plot. People are gathered around the well. A group of people is standing around the well. I thought I'd go and see what was going on. That's when my mother told me a wild boar had fallen into the well. People were trying to rescue it. Since our house is close to the forest, a lot of wild animals often come around. Wild boars, mongooses, monkeys, and deer are regular visitors. Though the forest has elephants, bears, and leopards, they usually don't come into inhabited areas. However, there have been a few isolated incidents. The other day, a herd of wild buffaloes passed near our house. Bandicoots are a big nuisance at night. The bandicoots from that abandoned house often come into our house. Every day, my father sets rat traps and kills a few. Still, their number keeps increasing uncontrollably. They destroy all the crops my father cultivates, like taro, yam, greater yam, and tapioca. And if you walk through the yard, leeches climb onto your legs and suck blood. Living here is really tough. Mosquitoes breed in the stagnant water in the yard. Because of the mosquitoes and leeches, it's becoming almost impossible to live in this house. Who can I tell all this to? I slowly walked toward the well in the neighborhood where the boar had fallen in. People are engaged in rescue work. There's water in the well, but it's not fit to drink. Someone has dumped waste into it, and now the water has become dirty. It also smells terrible. By the time I got there, Forest Department officials had also arrived. After a lot of effort, they managed to trap the wild boar in a net and lift it up. The aggressive boar kept squealing loudly. Finally, after much effort, the forest officials released the wild boar safely on land. It ran off into the forest to save its life.